എല്ലാ ദിവസവും നമ്മൾ ഓരോ ഷെഡ്യൂളിന് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരുടെയും നമ്പറുകൾ വിളിക്കും. എല്ലാവരും ഇല്ലേ എന്നുള്ള ആ ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ നമ്പറുകളുണ്ടാവും, അവർ കൈകൾ പൊന്തിക്കും. ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരെയും മനസ്സിലാക്കുക. ഹസന ഉംറ സംഘം ഇന്ന് പോകുന്നത് അറഫ, മിന, മുസ്ദലിഫ തുടങ്ങിയുള്ള പ്രമുഖമായ കാഴ്ചകൾ കാണാനാണ്. ഈ യാത്രയിൽ പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ജബലു സൗറിൻ്റെ താഴ്വാരത്ത് പോയി ജബലു സൗർ കാണുക, അവിടുത്തെ ചരിത്രങ്ങൾ പറയുക, ഇങ്ങനെയൊക്കെയാണ് പതിവുള്ളത്. ഏതായാലും അൽഹംദുലില്ലാ നമ്മൾ പ്രഭാതം തന്നെ രാവിലെ 7 മണിയായപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയുണ്ടായി. നമ്മുടെ വിസ കമ്പനിയാണ് നമുക്ക് ഈ ഇന്നത്തെ യാത്ര പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, പരിശുദ്ധമായ ഹറമിൻ്റെ മുറ്റത്തേക്കുള്ള വളരെ ചുരുങ്ങിയ ദൂരമേ നമ്മുടെ റൂമിൽ നിന്നുള്ളൂ. ഏതായാലും നമ്മൾ ഇന്ന് സാധാരണത്തേക്കാളും ഇന്ന് അല്പം വൈകിയിട്ടാണ് നമ്മുടെ ബസ് എത്തിയിട്ടുള്ളത്. ബസ് അല്പം നേരത്തെ എത്തിയെങ്കിലും നമുക്ക് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവാത്തത് കാരണം ബസ് അല്പം വൈകി ഞങ്ങൾ കയറേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര തുടർന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ആദ്യമായി പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ അറഫ എന്താണ് അവിടുത്തെ അവസ്ഥകൾ, മീന, മുസ്ദലിഫ എല്ലാം കാണാനുള്ള സന്തോഷത്തിലാണ്. വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ. ജബലു സൗറിന്റെ താഴ്വാരത്ത് അപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. ജബലു സൗറിന്റെ താഴ്വാരത്ത് ആ കാണുന്ന മലയാണ് ജബലു സൗർ. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 53 വയസ്സ് ഇന്നലെ നമ്മൾ സംസാരിച്ചല്ലോ അല്ലേ. അങ്ങനെ 53 വയസ്സിലായിരുന്നു മക്കക്കാര് ഈ മുഹമ്മദിനെ കൊണ്ട് അങ്ങനെ ഗതികെട്ട് മുഹമ്മദിനെ കൊന്നിട്ട് ഇറങ്ങുള്ളൂ തീരുമാനമായി. ഇന്നു രാത്രി മക്കയിൽ എന്താണ് മുഹമ്മദിനെ കൊല്ലണം എന്നുള്ള ഫൈനലിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ, ഹിജറ പോകുന്നവരെ. അങ്ങനെ രാത്രിയായപ്പോ മക്കക്കാരെല്ലാവരും കൂടെ, മക്കക്കാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, മുത്തായ തങ്ങളുപ്പാപ്പനെ സ്വഹാബത്തെ അല്ല, ശത്രുക്കള് എല്ലാവരും കൂടെ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ വീട് വളഞ്ഞു. ഹബീബായ തങ്ങളുപ്പാപ്പയുടെ വീടിനെ കുറിച്ചൊന്ന് ആദ്യം പറയാം. അന്ന് കാലത്തുണ്ടായിരുന്ന വീട് എന്ന് പറഞ്ഞാല് ഈ ഈന്തപ്പന ഓലക്കൊണ്ട് മുടഞ്ഞിരുന്ന വീടാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ പണ്ട് കാലങ്ങളുണ്ടായിരുന്ന ഈ ഓലക്കൊണ്ട് മുടഞ്ഞ വീട് നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതായത് ആ ഓലക്കൊണ്ട് മുടഞ്ഞ വീട് ഇതുണ്ട്. ഈ എന്താ മുടഞ്ഞിനെ ഇടയിൽ കൂടെ നീക്കി വെക്കാല് അകത്ത് കാണൂലേ. അപ്പൊ അന്ന് കാലത്ത് അങ്ങനെയുള്ള വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ആരംഭപ്പുവായ തങ്ങളുപ്പാപ്പ കിടന്നുറങ്ങി, ശത്രുക്കൾ വീട് വളഞ്ഞു. എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. മുഹമ്മദ് എഴുന്നേറ്റാൽ ഒറ്റ വിട്ട് അതോടെ മുഹമ്മദ് എന്തായി അവസാനിച്ചു. ഇവിടെ ശത്രുക്കൾക്ക് തീരുമാനിച്ചു, ഒരാൾ ഒറ്റയ്ക്ക് മുഹമ്മദിനെ കൊല്ലാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ പിൻകാലത്ത് മുഹമ്മദിനെ കൊന്ന ഒരാളുമായി മാറും. എല്ലാവരും കൂടെ കൊല്ലാം എന്നുള്ള ഒറ്റ തീരുമാനത്തില് മുത്തിന്റെ വീട് വളഞ്ഞു. അങ്ങനെ പാതിരാത്രി ആയപ്പോ ഹബീബായ തങ്ങളുപ്പാപ്പ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം തങ്ങളുപ്പാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പിടി മണൽ വാരിക്കൊണ്ട് യാസീനിലെ വസവാഉൻ അലൈഹിം എന്നുള്ളത് വരെ ഓതി അങ്ങനെ വിതറി എന്നൊക്കെ നമ്മൾ ചരിത്രങ്ങൾ കേട്ടല്ലേ പണ്ട്. ആ വിതറിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കൾക്കൊക്കെ ഒരു നിമിഷം മയക്കം വന്നു എന്ന് ചരിത്രങ്ങൾ കാണാം. ചിലപ്പോൾ ചിലയിടങ്ങൾ കാണാം അവിടെ കണ്ണിലേക്ക് എന്തായി ബുദ്ധിമുട്ടായി എന്നൊക്കെ. ഏതായാലും ആ ഒരു സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. പ്രിയമുള്ളവരെ, 53 വയസ്സായ ഹബീബായ തങ്ങള് ഈ പാതിരാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും കൂടെ പോരുകയാണ്. യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് ഹിജറ പോകുന്നത്. പക്ഷെ ഹിജറ പോവേണ്ട വഴി ഇതല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ട വഴി വേറെയാണ്. പക്ഷെ ഹബീബായ തങ്ങളുപ്പാപ്പ ഹിക്മത്ത് പരമായി, കാരണം ഹബീബ് അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് കണ്ട ആദ്യം അവർ തിരയിൽ എവിടേക്കായിരിക്കും, മദീന റൂട്ടിലായിരിക്കും. അതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ എന്നുള്ള ഒരു തന്ത്രപരമായ നീക്കം കൂടെയായിരുന്നു ആരംഭപ്പൂവ് പാതിരാത്രി വന്നുകൊണ്ട് കയറിയ ഈ കാണുന്ന ദുർഘടമായ ജബലു സൗറി എന്നുള്ളതിലേക്ക്. അന്ന് സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ വയസ്സെന്ന് പറഞ്ഞാൽ ഹബീബിന്റെ 1-2 വയസ്സ് മാത്രം കുറവേ ഉള്ളൂ. സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും ഹബീബിന്റെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലാകെ ഉണ്ടായിരുന്ന 5000 ദിർഹം എടുത്തുകൊണ്ടായിരുന്നു സിദ്ദീഖ് തങ്ങളുപ്പാപ്പ സ്വന്തം കുടുംബത്തിനേക്കാളും ഹബീബിനെ മഹബത്ത് വെച്ചിരുന്നത്. ഹബീബായ തങ്ങളുപ്പാപ്പയും മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ കൂടെ സിദ്ദീഖ് തങ്ങളും കൂടെ വന്നു കയറാൻ തുടങ്ങി. കയറിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് അല്പനേരം കഴിഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ വലതുവശത്ത് ഇങ്ങനെ നടന്നു. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ ഇടതുവശം ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹബീബിന്റെ ഫ്രണ്ടിലൂടെ നടക്കുന്നു. ചോദിച്ചു,
ഹബീബായ തങ്ങളെ, എന്തു പറ്റി സിദ്ദീഖേ നിങ്ങൾ അല്പനേരം എന്റെ വലതുവശത്തു കൂടെ നടക്കുന്നു, അത് കഴിഞ്ഞാൽ എന്റെ ഇടതുവശം നടക്കുന്നു, അത് കഴിഞ്ഞാൽ എന്റെ മുന്നിലൂടെ നടക്കുന്നു, എന്തു പറ്റി സിദ്ദീഖ് എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ മഹബത്താണ്. പ്രിയമുള്ളവരെ, സിദ്ദീഖ് തങ്ങൾ പാപ്പ പറയാണ്, ഹബീബേ അങ്ങയുടെ കൂടെ ഈ നാട് വിട്ടുകൊണ്ട് പോകുമ്പോ ഒരു രക്ഷകനായിക്കൊണ്ട് ഈ പാവം അബൂബക്കർ, ഈ പാവം സിദ്ദീഖ് മാത്രമാണല്ലോ ഉള്ളത്. അപ്പൊ എനിക്കിങ്ങനെ വലതുവശം നടക്കുമ്പോ എന്റെ മനസ്സിങ്ങനെ പറയാ, എന്റെ ഹബീബിനെ എങ്ങാനും ഇടതുവശത്തു കൂടെ ശത്രുക്കൾ വന്നുകൊണ്ട് വധിക്കാൻ വരുമോ എന്ന്. അപ്പൊ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇടതുവശം നടക്കുകയാണ്. ഇടതുവശം നടക്കുമ്പോ എന്റെ മനസ്സിങ്ങനെ പറയാ, ഈ വലതുവശത്തു കൂടെ എന്റെ ഹബീബിനെ ആരോ ആക്രമിക്കാൻ വരുന്നുണ്ട്. ഹബീബെ എനിക്കൊരു സമാധാനമില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി നടക്കുന്നത്. അങ്ങനെ സിദ്ദീഖ് തങ്ങളും ഹബീബായ തങ്ങളും പാപ്പയും പാതിരാത്രി ഈ ദുർഘടമായ, ഇന്ന് കാണുന്ന വഴികളൊന്നും ഇല്ലാത്ത ദുർഘടമായ മല കയറാൻ തുടങ്ങി. നമുക്ക് സുന്ദരമായ ദീന് തരാൻ വേണ്ടി മാത്രം. ഹബീബിന് പോവേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. മക്കക്കാർക്ക് ഹബീബിനോട് വ്യക്തിപരമായ ഒരു വെറുപ്പുമില്ല. മുഹമ്മദിനെ വല്ലാതെ ഇഷ്ടമായിരുന്നു. പക്ഷേ മുഹമ്മദിന്റെ ആശയമായിരുന്നു മക്കക്കാരുടെ പ്രശ്നം. അങ്ങനെ ഹബീബായ തങ്ങൾ പാപ്പയും സിദ്ദീഖ് തങ്ങളും കയറി കുറച്ച് കഴിഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പാപ്പയുടെ കാലിൽ ചെരുപ്പ് കൊണ്ടുകൊണ്ട് കാലിനെ തള്ളാവരല് മുറി പറ്റിക്കൊണ്ട് രക്തം പോരാൻ തുടങ്ങി. സിദ്ദീഖ് തങ്ങൾ പാപ്പ ഹബീബിനെ എടുത്തു. എന്നിട്ട് ഹബീബിനെയും കൊണ്ട് കയറി എന്ന് വരെ ചരിത്രങ്ങൾ കാണാം. കയറി പാതിരാത്രിയുടെ സമയത്ത് ആ മലയുടെ മുകളിലേക്ക് എത്തി. സിദ്ദീഖ് തങ്ങളും ഹബീബായ തങ്ങളും പാപ്പയും അങ്ങനെ മുകളിലെത്തിയ സമയത്ത് ഹബീബിനോട് സിദ്ദീഖ് തങ്ങളൊപ്പം പറഞ്ഞു, തങ്ങളൊന്ന് പുറത്തിരിക്ക്, ഞാനൊന്ന് അകത്തേക്ക് പോയി ആ ഗുഹയിലേക്കൊന്ന് ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി, ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ഞാനൊന്ന് അകത്തേക്ക് പോയി നോക്കട്ടെ, എന്തെങ്കിലും മോശങ്ങളുണ്ടോ അകത്ത് എന്നുള്ളത്. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ പാപ്പ അകത്തേക്ക് പോയി. സിദ്ദീഖ് തങ്ങൾ പാപ്പ പോയ സമയത്ത് അകത്തേക്ക് ഒന്നും കാണുന്നില്ല. പക്ഷേ അവിടെ ഗുഹക്കുള്ളിൽ ഒരുപാട് ഓട്ടകൾ കാണുന്നുണ്ട്. സിദ്ദീഖ് തങ്ങൾ പാപ്പ വീട്ടിൽ നിന്ന് എല്ലാം ഒഴിവാക്കി പോരുന്ന സമയമായിട്ട് പോലും ഹബീബിന്റെ കൂടെ പോരുമ്പോ കയ്യിലൊന്നും കണ്ടിട്ടില്ല. എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഹബീബിന്റെ കൂടെ മദീനയിലേക്കുള്ള യാത്രയിലായിരുന്നു. അങ്ങനെ അവിടെ പല ഭാഗങ്ങളും ഓട്ട കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾ പാപ്പാക്ക് ഈ ഓട്ട അടക്കാൻ തുണിയില്ലാതെ വിഷമമായി പോയി. സിദ്ദീഖ് തങ്ങൾ ചെയ്തെന്നറിയുമോ? താങ്കൾ എടുത്തിരുന്ന ആ തുണിയിൽ നിന്ന് അല്പം കഷ്ണങ്ങളായിക്കൊണ്ട് ഓരോ ദ്വാരങ്ങളിൽ വെക്കാൻ തുടങ്ങി. വെച്ചു അവസാനം സിദ്ദീഖ് തങ്ങൾ പാപ്പ എടുത്തിരുന്ന ആകെ ഉണ്ടായിരുന്ന മുണ്ട്, ആ മുണ്ട് ഇനി എങ്ങാനും ഒരു ഓട്ട ബാക്കിയുണ്ട്, അതിനെങ്ങാനും എന്റെ തുണിയിൽ നിന്ന് അല്പം കൂടി കീറിക്കഴിഞ്ഞാൽ എന്റെ ഔറത്ത് വെളിവാവുന്ന അത്ര വരെ മുറിച്ചു. ഉണ്ടായിരുന്ന തുണിയിൽ നിന്ന് എല്ലാ കഷ്ണങ്ങളും എടുത്തുകൊണ്ട് ആ ജബലു സൗറിന്റെ ആ ഗുഹയ്ക്കകത്ത് അടച്ചു. അങ്ങനെ ഹബീബായ തങ്ങൾ പാപ്പാകൻ ആ ഒരു അകത്തേക്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു ഓട്ടയും കൂടെ ബാക്കിയുണ്ട്. സിദ്ദീഖ് തങ്ങൾ പാപ്പ എന്ത് ചെയ്തു? ഇനി കീറിയാൽ ഔറത്ത് വെളിവാകുമല്ലോ. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ കാലിന്റെ തള്ളവരൽ ആ ഓട്ടയെ അമർത്തി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഹബീബേ വരൂ, തങ്ങൾ വന്നോളൂ, തങ്ങൾ വന്നുകൊണ്ട് കിടന്നോളൂ. ഹബീബായ തങ്ങൾ പാപ്പ വളരെ സമാധാനത്തോടെ സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ മടിയിൽ വന്നുകൊണ്ട് കിടന്നു. ഹബീബായ തങ്ങൾ സുഖനിദ്രയിലാണ്. ഇത് കണ്ട് സിദ്ദീഖ് തങ്ങൾ പാപ്പ വല്ലാതെ സന്തോഷത്തിലാണ്. അങ്ങനെ അല്പനേരം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ തള്ളവരലിലേക്ക് എന്തോ ഒന്ന് കൊത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു. സിദ്ദീഖ് തങ്ങൾ പാപ്പാക്ക് വേദനയുണ്ട്. പക്ഷേ കരഞ്ഞാലെങ്ങാനും എന്റെ ഹബീബിന്റെ ഉറക്കമെങ്ങാനും ബുദ്ധിമുട്ടായി പോകുമ്പോൾ ചിന്തിച്ചു. സിദ്ദീഖ് തങ്ങൾ കടിച്ചമർത്തി പിടിച്ചു. രണ്ടാമതും കുത്തി. സിദ്ദീഖ് തങ്ങൾ വേദന സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമായിട്ടും കടിച്ചമർത്തിയിരുന്നു. മൂന്നാമതൊരു കൊത്തങ്ങ് കിട്ടിയപ്പോ സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട മേനിയിലേക്ക് കുറ്റി. ഹബീബായ തങ്ങൾ പാപ്പ ഉടനെ എഴുന്നേറ്റ് ചോദിച്ചു, എന്തു പറ്റി സിദ്ദീഖ് എന്ന് ചോദിച്ചു. ഹബീബായ തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പാപ്പ പറഞ്ഞു, ഒന്നുമില്ല തങ്ങളെ, എന്റെ കാല് ഞാൻ എല്ലാ ഓട്ടകളും അടച്ചു. അവസാനം ഇനിയെങ്ങാനും ഒരു ഓട്ട അടക്കാൻ വേണ്ടി എന്റെ തുണി ഉപയോഗിച്ചാൽ എന്റെ ഔറത്തെങ്ങാനും വെളിവാകുമോ എന്ന് ഭയന്നപ്പോ ഞാൻ എന്റെ തള്ളവരൽ വെച്ചിരുന്നൊരു ഓട്ടയുണ്ട്. ആ ഓട്ടയിൽ നിന്ന് എന്തോ ഒന്ന് കടിച്ചിട്ടുണ്ട്. തങ്ങൾ ഉറക്കത്തിനൊന്നും വിഷമം ബുദ്ധിമുട്ടായിട്ടില്ലല്ലോ. സിദ്ദീഖ് തങ്ങൾ പാപ്പ ഇത് പറഞ്ഞപ്പോ
ഹബീബായ തങ്ങളുപ്പാപ്പ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ ആ ഒരു മുറിവ് വിഷം കയറിയ ഭാഗത്ത് ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ഉമിനീര് വെച്ചു കൊടുത്തു. ആ വിഷം അവിടുന്ന് ഇറങ്ങി. പിന്നീട് ആ പാമ്പിനെ വിളിക്കുന്ന വിശാലമായ സംഭവമാണ്. പ്രിയമുള്ളവരെ, ആ ഒരു സ്നേഹം കണ്ടപ്പോഴാണ് സിദ്ദീഖ് തങ്ങളുപ്പാപ്പാക്ക് വേണ്ടി അന്ന് ഹബീബായ തങ്ങളുപ്പാപ്പ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, സ്വർഗത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ കൂട്ടുകാരനാവുന്ന സിദ്ദീഖിനെയും കൂടെ ഞങ്ങളെ ഒരുമിപ്പിക്കുക എന്നിവയെ പ്രാർത്ഥിച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങളുപ്പാപ്പാക്ക് സ്വർഗം ഉറപ്പ് കൊടുത്ത ഒരു പവിത്രമായ മലയാണ് ആ കാണുന്ന ജബലു സൗർ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ജബലു സൗർ കയറുന്നെന്ന് അവിടെ കയറിയതിനു ശേഷം, അങ്ങനെ കൊത്തിയതിനു ശേഷം പാമ്പിനെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ശത്രുക്കൾ അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാം വിശദമായി പിന്നീട് പറയാം. നമ്മളിപ്പോ യാത്രയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കണ്ടതും കേട്ടതുമെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ആ ജബലു സൗറാണ് ആ കാണുന്നത്. ഇന്ന് ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഒരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലൊരു വാശി വേണം. എന്റെ ഹബീബ് കയറിയ ജബലു സൗർ, അത് ഞാൻ കയറിയിരിക്കും. എന്റെ ഹബീബിന് വേണ്ടി ഞാൻ എന്റെ ആരോഗ്യത്തെ അല്പമെങ്കിലും ഞാൻ ചെലവാക്കുമെന്നുള്ള സ്വമേധ വാശിയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ കയറാം. അതിന് മുകളിൽ ഹബീബ് ഇരുന്ന സ്ഥലങ്ങളുണ്ട്. സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ കാൽപാദങ്ങളുണ്ട്. സിദ്ദീഖ് തങ്ങൾക്ക് ഹബീബായ തങ്ങളുപ്പാപ്പ പാലിനേക്കാൾ വെളുത്ത നിറമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള പാനീയം കൊടുത്തൊരു ഇടമുണ്ടവിടെ. എല്ലാം കാണാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടുന്ന് ഞങ്ങൾ അറഫയിലേക്കാണ് യാത്ര പോയത്. അറഫ, മിന, മുസ്ദലിഫ എല്ലാം ഉള്ള വീഡിയോ ഇൻഷാ അല്ലാഹ് അടുത്ത് വരും. പ്രിയമുള്ളവരെ, എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പലപ്പോഴും കാണാറുണ്ട്. ഒരുപാട് സന്തോഷം. അതുപോലെ തുടർന്നും നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.